ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എപ്പോഴും പറയണ മാതിരി തന്നെ ഞാൻ സുധാസ് വേൾഡ് സുധയാണ്. ഇന്ന് ഞാൻ ഈ പാലക് ചീര കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പിനാച്ച് ഇതൊരു 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു മുട്ട സ്പിനാച്ച് തോരൻ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇതിലൊരു 8 ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി പറയാനും വലുതാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളക്, കുറച്ച് തേങ്ങ കേട്ടോ. ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ മുട്ട അങ്ങനെ കൊത്തിപ്പൊരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? മുട്ടയെ ഞാൻ പൊട്ടിച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ മുട്ട 2 പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ചു, ഒരു ലേശം ഉപ്പിട്ടു, കൂടെ തന്നെ ലേശം മഞ്ഞളൊരു ഭംഗി കിട്ടും. ഇതിനെല്ലാം കൂടി ഞാൻ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യും. ഈ മുട്ട ഞാൻ അടിക്കുമ്പോൾ അതിലേക്ക് ഞാൻ ലേശം പാലൊഴിക്കുകയാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ മുട്ട നന്നായി സോഫ്റ്റായിട്ട് വരും സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ. പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടും. ഇപ്പോൾ നമ്മളെപ്പോഴും മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ബട്ടറിൽ ചെയ്തു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിതിപ്പോൾ ഈ പാലക് ചീരയ്ക്ക് വേണ്ടിയിട്ട് ബട്ടറിലൊന്നും ചെയ്യാൻ പോകില്ല. പക്ഷെ ഞാനിതിനെ ഒന്നിങ്ങനെ നന്നായി അടിച്ചു. ഇനി ഞാനിതിനെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ പോകണം. 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എന്തെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ മുട്ട അതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്യാൻ കേട്ടോ. ഞാൻ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കില്ല കേട്ടോ. ഈ സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യും. ഇങ്ങനെ ആയാൽ മതി. തേങ്ങയും പച്ചമുളകും കൂടെ ഞാനൊന്ന് ചതയ്ക്കാൻ പോകുന്നു കേട്ടോ. അതെങ്ങനെയാ അറിയോ? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് തിരിക്കാനേ പാടുള്ളൂ, കോഴ്സായിട്ടിരിക്കണം കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ ആകെ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് വയ്ക്കുന്നത്, കൂടുതൽ തേങ്ങ വേണ്ട. ഇപ്പം ഞാനിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. അടുത്ത പാലക് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാലക് ചീര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ചെറിയൊരു സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു. കടുകിട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ കടുകിട്ടു. ഈ കടുക് പൊട്ടി വരുമ്പോൾ ഈ കടുക് പൊട്ടിയപ്പോൾ ചെറിയ സാലഡ്, ചെറിയ ഉള്ളിയുണ്ടല്ലോ, അത് ഞാനിതാ ഇത് തന്നെ. ഇതൊന്ന് നന്നായി സോട്ടായിട്ട് വരട്ടെ. പച്ചമുളകും തേങ്ങയും കൂടെ അരച്ചത്, ചതച്ചതേ പറയുന്നതിനേക്കുള്ളൂ. ഇത് ചതച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പച്ചമുളകൊക്കെ നല്ലോണം ചതഞ്ഞിട്ട് അതും കൂടെ നന്നായി ഇട്ടു. എന്നിട്ട് ഈ ചീരയുണ്ടല്ലോ, പാലക്കീര, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോളൂ, കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഈ പാലക്കീര എല്ലാവർക്കും അറിയാമല്ലോ, ഇതിപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, ഇതിന് തനിയെ വെള്ളം വന്നോളൂ. പക്ഷെ ഞാൻ വളരെ ഡ്രൈ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഈ ചീര ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കഴുകിയിട്ട് നല്ലോണം വെള്ളം വാർന്ന ശേഷമാണ്. ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വല്ലാതെ എന്താ പറയുക, ഇങ്ങനെ മഷിയായി. മഷി എന്ന് പറഞ്ഞാൽ മഷിയല്ല കേട്ടോ, മഷി MUSHY മഷിയായി. അപ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല നമുക്കത്.
ഞാനിതിലേക്ക് ലേശം ഉപ്പ് ചേർക്കാൻ പോകുന്നത്. വളരെ കുറച്ച് പാലക്കീരയിൽ വേഗം ഉപ്പ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാനിതിലേക്ക് ലേശം ഉപ്പ് ചേർക്കാൻ പോകുന്നത്. വളരെ കുറച്ച്. പിന്നെ ഇത് അടച്ച് വയ്ക്കാനും പാടില്ല. അടച്ച് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഈ ഉപ്പിട്ട ഉടനെ അടച്ച് വെച്ചാൽ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. ഇത് ശരിക്കും ഒരു 1 മിനിറ്റ് കൂടി വേണ്ട കുക്കാവാൻ. നല്ലോണം അത് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തില്ലേ അതുകൂടി ഇതിങ്ങനെ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അതറിയും വളരെ ടേസ്റ്റാണ്. നമുക്കിപ്പോൾ പാലക്ക് വളരെ കുറച്ചാണ് കിട്ടിയിരിക്കണേ. ഈ പാലക്ക് എങ്ങനെയൊരു നമ്മൾ ഏത് ചീരയാണെങ്കിലും ചീര കുക്ക് ചെയ്യാതെ വളരെയധികം ചുരുങ്ങിപ്പോവും. കണ്ടിട്ടുണ്ടോ? മുരിങ്ങയാണെങ്കിലും ഏത് തണ്ട് ചീരയാണെങ്കിലും നന്നായി അത് ഷ്രിങ്ക് ചെയ്തിട്ട് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, വളരെ ടേസ്റ്റാണ്. ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത്രയും കുറച്ച് തേങ്ങ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ അപ്പോൾ ഇതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ തേങ്ങ ഉണ്ടോന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു. ഇത് നല്ല ഒരു ഉപ്പേരി കേട്ടോ. മുട്ട മത്സ്യം മാംസം കഴിക്കാതെ മുട്ട കഴിക്കുന്നവർക്കും ചീരയും മുട്ടയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് ചപ്പാത്തി കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഏതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഏതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊരു റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഈ 2 മുട്ട ധാരാളമാണ് ഇതിൽ കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിനെ എൻ്റെ പാത്രത്തിലൊന്ന് ആക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചീര മുട്ട തോരൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തേങ്ങ ഇട്ടതിനെ മാത്രമേ തോരൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത് മെഴുക്ക് പുരട്ടിയാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഞാനിപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തേങ്ങയും അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ എനിക്കിങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഉപ്പേരി എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്യണം. പാലക്കീര വളരെ നല്ലതാണ് ദേഹത്തിന്. അധികം കഴിക്കുമ്പോൾ അതിനോട് വലിയ ഇഷ്ടം കാണാറില്ല ഞാൻ. പക്ഷേ അതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാൻ ഇനി ഇത്രയേ ഉള്ളൂ എന്നില്ല. അപ്പോൾ മുട്ടയും കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പീസും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട് കേട്ടോ. See you in the next video with a wonderful recipe. It's bye from Sudha Menon.